ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ചപ്പാത്തിക്കും പൂരിക്കെല്ലാം പറ്റിയ നല്ലൊരു ഉരുളൻകിഴങ്ങ് തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചതാണ്, തൊലിയെല്ലാം കളഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പൊടികൾ, ജീരകം 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട് 1/4 സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ്. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്താണിത്. പിന്നെ കരിവേപ്പിൻ്റെ ഇല വേണം, മല്ലിയില വേണം. പിന്നെ അതിലേക്ക് പിന്നെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് വേണ്ടത്. പിന്നെ കുറച്ച് എണ്ണയും വേണം, വെള്ളം വേണം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റട്ടെ. ഇപ്പോൾ സവാള നല്ലപോലെ വഴഞ്ഞു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിൻ്റെ ആ പച്ചമണക്കം മാറി. ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. അതൊന്ന് വഴറ്റട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് വെച്ച് വരും. അപ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് കഴിഞ്ഞു. അപ്പം ഇതിലേക്ക് നമുക്ക് ഞാൻ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഇനി കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് പൊടിച്ച് വെച്ചേക്ക് അതിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീയൊന്ന് സിമ്മിലാക്കി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളി ഉരുളൻകിഴങ്ങ് കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മേലെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കി വെക്കാം. ഉപ്പ് എരിവെല്ലാം പാകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻ്റെല്ലാം എഴുതണം. താങ്ക്